ഹലോ ഗായ്സ്, കുറേ ആയില്ലേ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ചെറിയ ഒരു അവിടെയൊക്കെ ആയിട്ടുള്ള ഒരു വൈകുന്നേരം വരെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാട്ടോ. ഇപ്പം മണ്ഡല മാസമാണല്ലോ. പിന്നെ വീട്ടിൽ സ്വാമിയുണ്ട്, ഹസ്ബൻഡിൻ്റെ അനിയൻ സ്വാമിയാണ്. അപ്പോൾ പണിയൊക്കെ പിന്നെ 7:30-8 മണീൻ്റെ ഉള്ളിൽ ചോറും കറിയും എല്ലാ പണികളും കഴിയും. സ്കൂളിൽ പോകുന്നതിൻ്റെ ഉള്ളിൽ എല്ലതും കഴിയും. അങ്ങനെ ബാക്ക് ഭാഗമാണ് ഇട്ടത്. അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വീടിൻ്റെ വഴി അങ്ങനെ വരുന്ന അവിടെ ഇങ്ങനെ വന്നിരുന്ന തിണ്ടുമ്മൽ ഇങ്ങനെ ഇരുന്ന് കുറേ പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന് പാടത്തേക്ക് നോക്കി. അങ്ങനെ സുജേച്ചിൻ്റെ പെരയിൽ മീൻകര എരുന്തുകാരൻ വന്നു. എരുന്ത് എങ്ങനെയാണുള്ള ആറെടുത്തതാണോ ആറെടുക്കാത്തവിടെ നോക്കാൻ വേണ്ടി മണ്ടി പോയപ്പോൾ ആറെടുത്ത എരുന്താണ് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് സുജേച്ചി. പിന്നെ അയാളോട് കുശലം പറഞ്ഞ് അയാൾ വിടണ്ടേ, അങ്ങനെ അയാൾ പോയി. അപ്പോഴേക്ക് നമ്മളെ മെയിനാളായ സായിട്ട് എണീച്ച് അപ്പോൾ ഓനായിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നമ്മൾ നമുക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഫോണിലേക്ക് ഇങ്ങനെ എന്തൊക്കെ ഈ അമ്മ കാട്ടെന്ന് വെച്ചിട്ട് കുറേ അവൻ നോക്കിയത്. പിന്നെ അവൻ മാന്താൻ തുടങ്ങി, ഫോണ് തൊടാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ ഈ തുമ്പിനെ പിടിക്കാൻ ആഗ്രഹിക്കാത്തവരാരുണ്ടാവില്ല. പക്ഷെ നമുക്ക് കിട്ടൂല. ഈ വാലിൻ്റെ അടിയിൽ ചുവപ്പുള്ള അത് തൊടുമ്പത്തേക്ക് പറന്നു പോകും. അങ്ങനെ മയങ്ങി കിടക്കിയിരുന്നു തോന്നി, തൊട്ടത്തേക്ക് പറന്നു പോയി. ഇവനപ്പോൾ കണ്ടപ്പോഴേക്കും അത് പേടിച്ചു. എന്തായിരിക്കും ഇപ്പോൾ അത് വെച്ചിട്ട് അതിനെ തന്നെ നോക്കിയിരുന്നു കുറേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊലായിൽ ഇരുന്ന് ചോറുന്നാളെ സമയമായി തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ അനിയൻ കുളിക്കാൻ പോയതാണ് കുളത്തേക്ക്. അപ്പോൾ അവൻ വരുന്ന വരെ കാത്തിക്കണം. സ്വാമി കഴിച്ചിട്ടല്ലോ നമ്മൾ പൊതുവെ കഴിക്കാം. അങ്ങനെ ഞാനും ഓനും കൊലായിലിരുന്ന് അമ്മ TV കാണുന്നുണ്ട്, സീരിയലിൻ്റെ അടിമയാണ് അമ്മ. അങ്ങനെ കുറേ ഫോണിലേക്ക് നോക്കി നിൽക്കും, കുറേ ചിരിക്കും, കുറേ ഇപ്പോൾ തോണ്ടണം കണ്ടോണ്ടാലോ. ഇന്ന് രാവിലെ തുടങ്ങിക്കണോ ചുണ്ടിങ്ങനെ ഊമ്മൽ. എന്താ പണ്ട് നമ്മൾ ഈ പഴയ ആൾക്കാർ പറയും ചുണ്ട് ഊമ്പിയാൽ നമ്മൾ ദണ്ണം കൊണ്ടുവരാൻ, അസുഖം കൊണ്ടുവരാനാണ്. അപ്പോൾ കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ചെറിയൊരു 15 ജലദോഷമൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒന്ന് കൂടുതലാക്കാനാണ് തോന്നുന്നുണ്ടോ ചുണ്ട് ഊമ്പി കളിക്കുന്നത്. അങ്ങനെ ഓനോട് കുറേ കുശലൊക്കെ പറഞ്ഞ് കുറേ ഓനെന്താ ഈ പൂച്ചനെ കണ്ടിട്ടാണ് കുറേ നോക്കിയത്. അങ്ങനെ പിന്നെ അനിയൻ വന്ന് ചോറൊന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഇങ്ങനെ നടക്കാനാണ്. ഉറങ്ങി എണിച്ചാൽ കാരണം ഉറങ്ങണമെങ്കിൽ അമ്മ ഞാൻ ഉറക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അമ്മ ഓനെ പുറത്ത് വെച്ച് തട്ടുമ്പോൾ അമ്മനെ പുറത്ത് തട്ടും, അമ്മനെ ഉറക്കാൻ നോക്കും. അങ്ങനെ അമ്മ കാക്കതാ പൂച്ചതാ കോഴി അതാ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ കുറേ ഉറക്കാൻ നോക്കി. അവിടെ ഉറങ്ങണം. ലാസ്റ്റ് അമ്മ ഒക്കത്ത് വെച്ചിട്ട് പറമ്പിൽ നടക്കാൻ പോയി. ഇന്ന് ഉറക്കാൻ നോക്കണ്ടതാ പറഞ്ഞിട്ട് അമ്മ നടക്കാൻ. പിന്നെ വൈകുന്നേരം ആയാൽ ഞങ്ങൾ മെയിൻ ഞങ്ങളെ വായിക്കൊരു സുഖം ഉണ്ടാവില്ല. ഓൻ വന്നു കഴിഞ്ഞാൽ ബളബളാന്ന് നടക്കണം. എൻ്റെ മൂത്ത പുത്രൻ ചുട്ട വന്ന് മേലൊക്കെ കഴുകി ഭക്ഷണം കഴിച്ച് ഓനെ കണ്ട കിടയിലാണ് സായിട്ടം നടന്നത്. ഓന് മുറ്റത്തേക്കാണ്ടായിരുന്നു. അങ്ങനെ ഓൻ്റെ കുറേ കളികളൊക്കെ കണ്ട് ഇനി വോയിസ് ഓവർ കൊടുക്കാത്ത കുറച്ച് വീഡിയോസിന് ഗ്രൂപ്പ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. അവൻ തീരെ ഭയങ്കര പൊട്ടിത്തെറിപ്പാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി കണ്ടാൽ നമ്മളെ വീഡിയോ അവസാനിക്കും കേട്ടോ. അപ്പോൾ ഇത് പറയത്തക്ക വലിയ വീഡിയോ ഒന്നല്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാനും പറ്റില്ല. ചെറിയ ഭാഗങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി വോയിസ് ഓവർ കൊടുക്കാത്ത വീഡിയോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ ടാറ്റ പറഞ്ഞു, ടാറ്റ ടാറ്റ കൊടുക്ക്, ടാറ്റ 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 ടാറ്റ. എങ്ങനെ പറയാ മൂടി പിടിച്ച് കളിക്കുന്നു. തപ്പോട്ടുണ്ണി തപ്പോട്ട് തപ്പോട്ടുണ്ണി തപ്പോട്ട് പാപ്പാപ്പുട്ടുന്ന തപ്പോട്ട് തപ്പോട്ടുണ്ണി തപ്പോട്ട് തപ്പോട്ടിക 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 ഇവിടെ
ടാറ്റ കൊടുക്ക്. ടാറ്റ ഒളിച്ച് കണ്ട്. ഇങ്ങട്ടാ പോകും. ടാട്ടനെവിടെ? ടാട്ട സമ്മതിക്കല്ലേ. ഓക്കെ ബൈ ബൈ.